Hi kids, welcome back to the second part of the activities of the chapter The Sea Palace. Let's start. Next, activity 8. Complete the following picture by joining the dots. താഴെ കുറച്ച് ഒരു പിക്ചർ കാണുന്നില്ലേ, അതിൽ കുറച്ച് ഡോട്ട്സ് ഉണ്ട്. ഈ ഡോട്ട്സ് നിങ്ങൾ ജോയിൻ ചെയ്യണം നമ്പർ വൈസിൽ. ദെൻ കളർ ഇറ്റ്. അതിനുശേഷം കളർ ചെയ്യുക. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ദ ഗോൾഡ് ഫിഷ്. ആ പിക്ചറിൽ എന്താണുള്ളത്? ഒരു മെർമെയ്ഡും ഗോൾഡ് ഫിഷും. ഇവർ തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ പിക്ചർ ജോയിൻ ചെയ്തോ? പിക്ചർ ജോയിൻ ചെയ്യുമ്പോൾ മെർമെയ്ഡിൻ്റെ വാലാണല്ലേ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഇത് പെന്നിൽ അല്ലെങ്കിൽ പെൻസിൽ ബുക്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനിത് ഓൺ സ്ക്രീൻ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, കുളമായിപ്പോയത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കളർ ചെയ്യണം, പിന്നെ കോൺവെർസേഷനും എഴുതണം. Now let's see the conversation between mermaid and the goldfish. Mermaid: hello little goldfish, welcome to the party. Goldfish: thank you Princess Julia, I was not aware of the party. I came here following my friends, otherwise I would have carried a birthday gift for you. അതായത് മെർമെയ്ഡ് ക്ഷണിക്കുകയാണ്. ഹലോ ലിറ്റിൽ വിഷ് ചെയ്യണേ. ഹലോ ലിറ്റിൽ ഗോൾഡ് ഫിഷ്, വെൽക്കം ടു ദ പാർട്ടി. പാർട്ടിയിൽ ക്ഷണിക്കുകയാണ്, വെൽക്കം ടു ദ പാർട്ടി. അപ്പോൾ ഗോൾഡ് ഫിഷ് തിരിച്ച് പറയണേ, താങ്ക് യു പ്രിൻസസ് ജൂലിയ, ഐ വാസ് നോട്ട് അവെയർ ഓഫ് ദ പാർട്ടി. നോട്ട് അവെയർ ഓഫ് ദ പാർട്ടി മീൻസ് എനിക്ക് പാർട്ടിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഐ കെയിം ഹിയർ ഫോളോയിങ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഫോളോ ചെയ്താണ് ഇവിടെ വന്നത്. അതർവൈസ് ഐ വുഡ് ഹാവ് ക്യാരി ബർത്ത്ഡേ ഗിഫ്റ്റ് ഫോർ യു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റും കൂടെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ മെർമെയ്ഡ് പറഞ്ഞു, ഓ ദാറ്റ്സ് ഓക്കെ. ഓ അത് സാരമില്ല. അപ്പോൾ ഗോൾഡ് ഫിഷ് പറഞ്ഞു, എനിവേയ്സ് ദ പാർട്ടി സീംസ് ടു ബി ഓസം. അപ്പോൾ ഗോൾഡ് ഫിഷ് പറഞ്ഞു, എങ്ങനെയായിരുന്നാലും പാർട്ടി നല്ല സൂപ്പറായിട്ട് ഓസം നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം മെർമെയ്ഡ് പറഞ്ഞു, താങ്ക് യു സോ മച്ച്. അപ്പോൾ മെർമെയ്ഡ് താങ്ക് യു പറഞ്ഞു. Then Goldfish said, happy birthday princess, and you are looking gorgeous in this crown. അപ്പോൾ ഗോൾഡ് ഫിഷ് പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ് യു ആർ ലുക്കിംഗ് ഗോർജസ് ഇൻ ദിസ് ക്രൗൺ. ഈ കിരീടത്തിൽ താങ്കൾ വളരെ സുന്ദരിയാണ്. ആക്ടിവിറ്റി 9. വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് പല ആവശ്യങ്ങൾക്കായി പ്ലാസ്റ്റിക് ഐറ്റംസ് യൂസ് ചെയ്യുന്നു. ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ഹാംഫുൾ. പക്ഷേ പ്ലാസ്റ്റിക് വേസ്റ്റ് ഹാംഫുൾ ആണ്, ഹാനികരമാണ്, നല്ലതല്ല. ഡിസൈൻ എ പോസ്റ്റർ ഇൻ യുവർ നോട്ട് ബുക്ക് എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇതൊരു പോസ്റ്റർ നിർമ്മാണമാണ് ഈ പറയുന്നത്. ഒരു പോസ്റ്റർ, അതായത് പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരായിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. കണ്ടില്ലേ, ഒരു ബേർഡ് നിൽക്കുന്നു, അതിൻ്റെ അത് ഫുൾ കണ്ടോ, കൈ ദേഹത്തൊക്കെ പ്ലാസ്റ്റിക് ഇതെല്ലാമായിട്ട് അകപ്പെട്ട് സേ നോ ടു പ്ലാസ്റ്റിക്, ആ ഒരു സ്ലോഗൻ കണ്ടോ. ഹൗ ടു മേക്ക് എ പോസ്റ്റർ. പോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം പോസ്റ്റർ? അതിന് ഫസ്റ്റ് നമുക്കൊരു സ്ലോഗൻ വേണം. സ്ലോഗൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പിക്ചറിൽ തന്നെ കണ്ടില്ലേ, സേ നോ ടു പ്ലാസ്റ്റിക്. അതുപോലെ പലതരത്തിലുള്ള സ്ലോഗൻസ് ഉണ്ട്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് കിൽസ് അവർ പ്ലാനറ്റ് എർത്ത്, ഈ തരത്തിലൊക്കെയുള്ള അത് ഓരോ സ്ലോഗൻസ് എഴുതണം. പിന്നെ എന്താണ്, സ്ലോഗൻ ഉണ്ടാവണം. പിന്നെ വിഷ്വൽസ്, നല്ല വിഷ്വൽസ് ഉണ്ടാവണം. മീൻസ് പ്ലാസ്റ്റിക് ഉപയോഗത്തിനെതിരായിട്ട്, അതിൻ്റെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ്, മീൻസ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് പ്ലാസ്റ്റിക് ഉപയോഗം മൂലം നമ്മുടെ ഹ്യൂമൻ ലൈഫിന് അല്ലെങ്കിൽ ആനിമൽസിന്, എൻവയോൺമെൻറ്റിനൊക്കെ എന്തൊക്കെയാണ് പറ്റുന്നത്, ആ തരത്തിലുള്ള അതിനെ ഡെപിക്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സ്. ഇപ്പോൾ തന്നെ ഇതിലൊരു ഒരു പക്ഷി പ്ലാസ്റ്റിക് വേസ്റ്റിനിടയിൽ അകപ്പെട്ട് നിൽക്കുന്നില്ലേ, അതുപോലത്തെ വിഷ്വൽസ് അത് വേണം. പിന്നെ എന്താണ്, ആക്ഷൻ. അത് നമുക്ക് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ബുക്കിൽ വരയ്ക്കാനാണ് പറയുന്നത്. ബുക്കിൽ നോട്ട് ബുക്കിൽ ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു പിക്ചർ വരയ്ക്കണം. പിന്നെ ആക്ഷനബിൾ സ്റ്റെപ്സ്. ആക്ഷനബിൾ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ ഒരാൾക്ക് പ്ലാസ്റ്റിക് റിഡ്യൂസ് ചെയ്യാനായിട്ട് എന്തെല്ലാം സ്റ്റെപ്സ് ചെയ്യാം, പ്ലാസ്റ്റിക് കൺസെപ്ഷൻ പകരം എന്തെല്ലാം ചെയ്യാം. അതായത് റീയൂസബിൾ പ്ലാസ്റ്റിക്, പിന്നെ എന്താണ് റീയൂസബിൾ ഈ ബോട്ടിലും കണ്ടെയ്നേഴ്സ് പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നിരോധിക്കാം. പേപ്പർ ബാഗ്സ് യൂസ് ചെയ്യാം.
പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻഫർമേഷൻ. വൈ പ്ലാസ്റ്റിക് ഈസ് ഹാംഫുൾ, അതായത് എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഹാംഫുൾ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ്. ഇറ്റ് പൊല്യൂട്ട്സ് അവർ ഓഷൻ, ഹാംഫുൾ ടു മെറൈൻ ലൈഫ്, അല്ലേ. നമ്മുടെ ഓഷൻസ് സീ കടലിനെ പൊല്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഹാംഫുൾ ടു മെറൈൻ ലൈഫ് വെച്ചാൽ കടൽ ജീവികൾ. പിന്നെ ടേക്സ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ടു ഡീകമ്പോസ് ചെയ്യാൻ, അതായത് മണ്ണിന് അലിഞ്ഞു ചേരാനായിട്ട് നൂറുകണക്കിന് വർഷങ്ങളെടുക്കും പ്ലാസ്റ്റിക് മണ്ണിൽ അലിഞ്ഞു ചേരാൻ. ഇതൊക്കെയാണ് സ്റ്റെപ്സ്. അപ്പം ഒരു പോസ്റ്റർ ഉണ്ടാക്കുമ്പം ഒരു സ്ലോഗൻ ഉണ്ടായിരിക്കണം, നല്ല വിഷ്വൽസ് ഉണ്ടാവണം, പിന്നെ ആക്ഷനബിൾ സ്റ്റെപ്സ്, എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടത്, ഇൻഫർമേഷൻ, എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഈസ് ഡേഞ്ചറസ് എന്നുള്ള ഇതെല്ലാം ഉണ്ടാകണം ഒരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് ആക്ടിവിറ്റി 10. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ഫിഷ്. അപ്പം അതെങ്ങനെയാണെന്നൊക്കെ അതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതുപോലെയൊക്കെ ഫോൾഡ് ചെയ്ത് ഒരു പേപ്പർ ഫിഷ് ഉണ്ടാക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 11. റീഡ് ദ ഫോളോയിങ് പോയം. കംപ്ലീറ്റ് ദ പോയം ആൻഡ് ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. താഴെ ഒരു പോയം തന്നിട്ടുണ്ട്, അത് ഇൻകംപ്ലീറ്റ് ആണ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ലൈൻസ് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈറ്റിൽ അതിന് കൊടുക്കണം. ടൈറ്റിൽ എന്ന് വെച്ചാൽ ഒരു ഹെഡിങ്, പോയത്തിനൊരു പേര്. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് us ആൻഡ് ത്രിൽസ്. വാട്ടർ ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് സോ നൈസ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് us ആൻഡ് ത്രിൽസ്. നെക്സ്റ്റ് 2 ലൈൻസ് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. പിന്നെ സെയിം ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് us ആൻഡ് ത്രിൽസ്. അടുത്ത പാരഗ്രാഫും 2 ലൈൻ, ഫസ്റ്റ് 2 ലൈൻ നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. ബാക്കി 2 ലൈൻ സെയിം തന്നെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫും അതുപോലെ 2 ലൈൻ നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. പിന്നെ 2 സെയിം ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസും ചിയേഴ്സ് us ആൻഡ് ത്രിൽസും. ഓക്കെ, നെക്സ്റ്റ് ആഡഡ് ലൈൻസ്. വാട്ടർ ഈസ് പ്രഷ്യസ്, ഇറ്റ് ഈസ് പ്രൈസ്ലെസ്. സെയിം ലൈൻ, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് us ആൻഡ് ത്രിൽസ്. നെക്സ്റ്റ് വന്നിട്ട് വാട്ടർ ഈസ് ഹോളി, ഇറ്റ് ഈസ് ഡിവൈൻ. Same lines, flows down from hills, cheers us and thrills. Next, third line, water is refreshing, it is joyful. അത് കഴിഞ്ഞാൽ flows down from hills, cheers us and thrills. നെക്സ്റ്റ് ഈ പോയത്തിനൊരു ടൈറ്റിൽ, ചിയേഴ്സ് ഓഫ് വാട്ടർ. യു ക്യാൻ സജസ്റ്റ് എനി അതർ ടൈറ്റിൽ ഓൾസോ, ടൈറ്റിൽ നെയിം ഓൾസോ. അതായത് നിങ്ങൾക്ക് ഏത് ടൈറ്റിൽ നെയിമും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഈ പോയത്തിന് ആപ്റ്റായിട്ടുള്ള ചേരുന്ന ഒരു ടൈറ്റിലായിരിക്കണമെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി 12. റൈറ്റ് മോർ എക്സ്പ്രഷൻസ് സിമിലർ ടു ദ വൺ ഗിവൺ ബിലോ. താഴെ 2 എക്സ്പ്രഷൻസ് തന്നിട്ടില്ലേ, അതായത് കൂടുതലായിട്ട് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എഴുതാനാണ് പറയുന്നത്. എക്സാമ്പിൾ, സോ യമ്മി, സോ ഡിലിഷ്യസ്, സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്. അതുപോലെ 2 എക്സ്പ്രഷൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ ഈസ് സോ കളർഫുൾ, സോ വൈബ്രൻറ്റ്. Next expression, so wonderful, so amazing. Next, activity 15. Recast. Recast the story in my words. നമ്മുടെ സ്വന്തം വാക്കിൽ ഈ സ്റ്റോറി റീക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. താഴെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട് ഈ സ്റ്റോറി നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. Who is this? First picture. Then what did he see in the deep sea? Who appeared near the window? What was the celebration in the palace? Then അതിൻ്റെ അർത്ഥം പാലസിൽ എന്ത് സെലിബ്രേഷനാണ് നടന്നിരുന്നതെന്ന്. Then who made a whistling sound? Fifth picture. Then sixth picture, what were the boatmen doing? Seventh picture, what did the shark do? Shark എന്താണ് ചെയ്തത്? Then the eighth picture is, did the princess punish the boatmen? What did she do? പ്രിൻസസ് ബോട്ട്മെന്നെ പണിഷ് ചെയ്തോ, ശിക്ഷിച്ചോ? എന്താണ് പ്രിൻസസ് എന്താണ് ചെയ്തത്? ഈ ഹിൻസ് എല്ലാം വെച്ച് നമ്മൾ ഒരു സ്റ്റോറി നമ്മളെ വാക്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് ക്വസ്റ്റ്യൻ. ആൻസർ. Once a goldfish was swimming in the sea. He saw his friends moving in the same direction. He followed them and he ended up in the deep sea. There he saw a glass palace and all of his friends were going inside the palace. Goldfish saw a beautiful mermaid near the window and she was welcoming them.
It was her birthday, and all his friends wished her and gave her gifts. She was Princess Julia. She invited all of them to attend her birthday party. After dancing, while they were having their feast, a dolphin whistled loudly and alerted them കഴിഞ്ഞ് കോമയാണ് നെക്സ്റ്റ് കോമ കഴിഞ്ഞിട്ട് that some boatmen again came to dump more plastic waste into the sea. All of them got angry and the whale and the shark went near to the boat. The shark hit the boat with his tail. The boatmen ആണ് man അല്ല MAN അല്ല EN. The boatmen trembled with fear and they cried for help. By that time, Princess had reached there and stopped her friends from hurting them. She warned the boatmen not to repeat it again. She let them free. Okay kids, എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Please subscribe for more classes. Thank you.